മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആകാശത്തിലെ നക്ഷത്രങ്ങളാവുന്ന ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ശരിക്കും മരിച്ച നക്ഷത്രങ്ങളാണ് നമ്മളാവുന്നത്. 1300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങിലൂടെ സ്പേസ്, ടൈം, എനർജി, ഫിസിക്കൽ ലോസ് ഒക്കെ ഉണ്ടായ കൂട്ടത്തിൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം കൂടി ഉണ്ടായി. സമയം ഉണ്ടായത് ബിഗ് ബാങ്ങിലൂടെ ആയതുകൊണ്ട് അതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു. കറങ്ങി തിരിഞ്ഞു നടന്ന ഹൈഡ്രജനെയും ഹീലിയത്തിനെയും കാത്ത് ഗ്രാവിറ്റി കിടപ്പുണ്ടായിരുന്നു. ഗ്രാവിറ്റി കാരണം ഒട്ടിപ്പിടിച്ചവർ മാസ് കൂടിയതുകൊണ്ട് അടുത്തുള്ളവരെ ശക്തിയായി വലിക്കാൻ തുടങ്ങി. ഇങ്ങനെ വലിച്ച് വലിച്ച് സൂര്യനേക്കാൾ 10 മുതൽ 1000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ടായി. ഗ്രാവിറ്റി കാരണം കോറിൽ ഹൈ പ്രഷർ ബിൽഡാകും. 1 കോടി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടെത്തുന്ന സമയത്ത് 2 ഹൈഡ്രജൻ ആറ്റം കൂടിച്ചേർന്ന് 26% കുറച്ച് സ്ഥലം ഇരിക്കാൻ വേണ്ട ഹീലിയം ആറ്റമായി മാറും. ബാക്കി വരുന്ന എനർജി ചൂടായും വെളിച്ചമായും പുറത്തേക്ക് പോകും. ഗ്രാവിറ്റിക്കെതിരെ പണിയെടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജനൊക്കെ ഹീലിയായി കഴിഞ്ഞാൽ അടുത്ത പണി. ഹീലിയത്തിന് ഭാരം കൂടുതലായതുകൊണ്ട് ഡെൻസിറ്റി കൂടും, ഗ്രാവിറ്റി കൂടും. ടെമ്പറേച്ചർ ഒരു 10 കോടി ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത് 3 ഹീലിയം ഫ്യൂസ് ചെയ്ത് കാർബൺ ആകും. ഈ സൈക്കിൾ ഇരുമ്പ് വരെ പോകും. ഇരുമ്പിൻ്റെ മേലെ പണിയെടുക്കാൻ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കണം. സൂര്യനേക്കാൾ 8 മടങ്ങിൽ കൂടുതൽ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പൊട്ടിത്തകരും. കോറിലെ മർദ്ദം കാരണം പ്രോട്ടോണും ഇലക്ട്രോണും കൂടി ചേർന്ന് ന്യൂട്രോണായി മാറും, പുറത്ത് ഇരുമ്പും. ഇതേപോലുള്ള 2 ന്യൂട്രോൺ സ്റ്റാർ കൂട്ടിയിടിച്ചാണ് ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള ഹയർ ആറ്റംസ് ഉണ്ടാകുന്നത്. സൂര്യനേക്കാൾ 25 മടങ്ങ് വലിപ്പമുള്ള വലിയ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന സൂപ്പർനോവ എക്സ്പ്ലോഷനും വലിയ ആറ്റംസ് ഉണ്ടാകുന്നതിൽ പണിയെടുക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജനറേഷനായി കൂട്ടിയാൽ അവരുടെ പേരക്കുട്ടിയാണ് സൂര്യൻ. സൂര്യനിൽ അഡ്മിഷൻ കിട്ടാത്തവർ സൂര്യന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. സൂര്യൻ്റെ സോളാർ വിൻഡും റേഡിയേഷനും കാരണം പൊറുതിമുട്ടിയ ഹൈഡ്രജനും ഹീലിയവും സ്കൂട്ടായ സമയത്ത് നമ്മൾ കല്ല് പോലെ ഉറച്ച ഗ്രഹങ്ങളായി മാറി. സൂര്യന് വലിയ പവറില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന വ്യാഴവും ശനിയും വലിയ ഭീമന്മാരായിട്ട് വിലസുന്നുണ്ടെങ്കിലും ഉള്ളിലൊന്നുമില്ല, ഗ്യാസാണ്. ചുരുക്കി പറഞ്ഞാൽ ഓക്സിജനും അത് ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന രക്തവും രക്തത്തിലെ ഇരുമ്പും അടക്കം നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാത്തിൻ്റെയും ഏകദേശം 100% കമ്പോണൻസ് നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഉയർന്ന ചൂടിലും മർദ്ദത്തിലും ഉണ്ടായതോ അഥവാ മരിക്കാനായ നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ചോ പൊട്ടിത്തെറിച്ചോ ഉണ്ടായതാണ്.